ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കുഞ്ഞാറ്റയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ. അവള് സ്കൂൾ വിട്ട് വരുമ്പോഴേ പറയാറുണ്ട്, അമ്മ വിശക്കുന്നു വിശക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അവള് വരുമ്പോഴത്തേക്കൊരു ബിരിയാണി ഉണ്ടാക്കാനാണ്. ചിക്കൻ ബിരിയാണിയാണ്. മാളൂട്ടി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അവളോട് പറഞ്ഞിട്ട് മാറുന്നില്ല. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി മെല്ലെ മെല്ലെ കാണാം. എന്തെങ്കിലും ആവശ്യമുള്ളവരെ ചോദിച്ചാൽ മതി കേട്ടോ എന്തൊക്കെയാണ്. ഇടയ്ക്ക് ഒരു കാപ്പിയൊക്കെ കുടിക്കുന്നത് അടിപൊളിയാണ്. കുടിച്ചു നോക്കണം കേട്ടോ, സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളിയാണ്. ഉപ്പിട്ട് നോക്കാം കേട്ടോ, ഉപ്പൊക്കെ വേണം, നല്ല രസം ഉണ്ടാവുള്ളൂ. ഇതേ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മസാല കേട്ടോ. മറ്റേ പട്ട, ഗ്രാമ്പു, ഏലക്കായി അത് ഇതൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണ്. അതുകൊണ്ട് പുറമേ നിന്നുള്ള ഒരു മസാലയും നമ്മളിട്ട് ചേർത്തിട്ടില്ല. അപ്പം അത് ആരോഗ്യത്തിന് നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ചോറിട്ട് കൊടുത്ത് കുറച്ച് നേരം ദമ്മിട്ട് വെക്കാം കേട്ടോ. ഒന്നുമില്ല, എന്നെ ആരോ വിളിച്ചോ? ഞാൻ ബാഹുബലിയാണ്. അടിപൊളി. അപ്പം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് തുറന്ന് നോക്കാൻ പോവാട്ടോ, എങ്ങനെയായെന്ന് നോക്കാമല്ലോ. ഓ, മണമൊക്കെ സൂപ്പറാണ്. കണ്ടോ? എന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഉണ്ടാക്കിയിട്ട് പറയണം കേട്ടോ. റെസിപ്പി അല്ല ഇതിൽ തന്നെ ഉണ്ട്, എന്തൊക്കെയാണ് ചെറിയ ചെറിയ ഐറ്റംസാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഡെയിലി വേണേൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ചല്ല കുക്ക് ചെയ്യുന്നത്, നമ്മൾ കുക്കിംഗ് വിത്ത് ലവ്. കുഞ്ഞാറ്റികൾ എടുത്ത് വെക്കട്ടെ. കണ്ടോ, നല്ല ഹോട്ടലിൽ കൊടുക്കുന്ന ബിരിയാണി. കുഞ്ഞാപ്പിന് ഭയങ്കര ഹാപ്പിയാണ്.
നല്ലൊരു സംഭവമാണ് കുഞ്ഞേറ്റ. ഒരു ലെഗ് പീസ് ഉണ്ടായാൽ മതി, ആൾ ഈ ചോറ് ഫുള്ളിരുന്ന് തിന്നോളും. ഞാപ്പേ ബിരിയാണി എങ്ങനെയുണ്ട്? ആ കുഞ്ഞാറ്റ സർട്ടിഫിക്കറ്റ് തന്നു കേട്ടോ. മാളു എങ്ങനെയുണ്ടടാ ബിരിയാണി? സൂപ്പർ ഗുഡ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം കേട്ടോ. കാണാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും.